കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവജന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവർ അവനോട്, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യഹൂദന്മാരുടെ ചോദ്യമാണ് നീ ആരാകുന്നു എന്നുള്ളത്. അതിന് മറുപടിയായിട്ട് യേശു പറയുന്നതാണ്, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. ഹല്ലേലൂയ. ഇത് തന്നെയാണ് യഹൂദന്മാരുടെ കാലഘട്ടത്തിലും ഇന്നും ദൈവത്തിന് നമ്മോട് യേശുവിന് പറയാനുള്ളത്. ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. എന്നിട്ടും യഹൂദന്മാരുടെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും യേശുവിനെ വിശ്വസിക്കാൻ കഴിയാത്ത അനേകർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ ചില സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അല്ലെങ്കിൽ അതിന് 21 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. യേശു ജനത്തോട് പറയുകയാണ്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് യേശു പറഞ്ഞതുകൊണ്ട് പക്ഷെ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. അപ്പൊ യേശു പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാരുടെ ചിന്ത, യേശു തന്നെത്താൻ കൊല്ലുമോ, തന്നെത്താൻ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളൊരു ചിന്തയിലേക്ക് അവരുടെ ചിന്തകൾ കൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. യേശു പറയാണ്, അവനവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് അല്ലറിയ. വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു പറയാണ്, നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളതാണ്, ഞാൻ മേലിൽ നിന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ലോകത്തിൽ നിന്നുള്ളവനല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇത് യേശു അന്നും ഇന്നും ഒക്കെ നമ്മോട് പറയുന്ന കാര്യമാണ്. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവരാണ്, ഞാൻ ലോകത്തിൽ നിന്നുള്ളവനല്ല, ഞാൻ മേലിൽ നിന്നുള്ളവനാണ്. അതുകൊണ്ട് ലോകത്തിൽ താമസിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഹല്ലേലൂയ എന്ന് യേശു പറയുക. ഹല്ലേലൂയ. അങ്ങനെയുള്ള യഹൂദന്മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് യേശു പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവരെ ചോദിക്കുകയാണ്, നീ ആരാകുന്നു ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം മുതൽ പറഞ്ഞത് തന്നെ എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ആ ഭാഗം ചിന്തിച്ചു പോന്നു എന്നുള്ളത് മാത്രം. അപ്പൊ ആത്മഹത്യ ചെയ്യുവാൻ ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകുകയില്ല എന്നതിന് ആയിരുന്നു യഹൂദന്മാരുടെ വിശ്വാസം. ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകുകയില്ല എന്നുള്ള യഹൂദന്മാരുടെ വിശ്വാസം. നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ യേശു ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നാണ് അവരുടെ ചിന്ത. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദന്മാർ അതിനെ സ്തോത്രം പുച്ഛിച്ച് വ്യാഖ്യാനിക്കുക. എന്നാൽ യേശു പറഞ്ഞത്, പാപം ക്ഷമിച്ചു കിട്ടാതെ മരിക്കുന്നവരായ നിങ്ങൾക്ക് ഞാൻ പോകുന്ന ഇടമായ സ്വർഗത്തിലേക്ക് വരാൻ കഴിയില്ല. ഹല്ലേലൂയ. യേശു പറയാണ്, പാപം ക്ഷമിച്ചു കിട്ടാത്ത നിങ്ങൾ ഓരോരുത്തരും ഞാൻ പോകുന്ന ഇടമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് വരാൻ കഴിയില്ലെന്നാണ് യേശു പറയുന്നത്. ഇന്ന് പകൽ ദൈവവചനം എന്നെ കേൾക്കുന്ന പ്രശ്നേഹിത, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് യേശു പറഞ്ഞതിനകത്ത് യാതൊരു മാറ്റവുമില്ലാത്ത ശക്തമായ സത്യമായ വചനമാണ്. ഈ വചനങ്ങളൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എഴുതി തന്നതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല ജനങ്ങളും പാപികളായതുകൊണ്ട് നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാതെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിക്കാതെ, നിത്യജീവൻ പ്രാപിക്കാതെ, ഹല്ലേലൂയ, നിങ്ങൾക്കൊരിക്കലും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയ.
നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുദ്ധീകരണം പ്രാപിച്ചാൽ യേശു പോയ ഇടമായ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് ചെല്ലാം. അല്ല, നിങ്ങൾ പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. നിങ്ങളുടെ മരണാനന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിത്യമായ നരകമാണെന്നാണ് ദൈവത്തിന്റെ ആത്മാവിടെ രേഖപ്പെടുത്തുന്നത്. ഇത്രയും ശക്തമായിട്ടും സത്യമായിട്ടും ദൈവം കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരോട് നേരിട്ട് സംസാരിച്ചിട്ടും അവർക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഇന്നും ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷക്തന്മാർ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ട് അവരോട് വിളിച്ചു പറയാണ്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ ലോകത്തിൽ നിന്നുള്ളവരാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. നിങ്ങൾ പാപത്തിൽ മരിച്ചാൽ യേശു വസിക്കുന്ന സ്വർഗത്തിൽ, യേശു ഇരിക്കുന്നിടമായ സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് ചെല്ലുവാൻ കഴിയില്ല എന്നാണ് അന്നും ഇന്നും ദൈവമക്കളും വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ ദാസിദാസന്മാരും വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഈ വചനമൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് നീ മടങ്ങി വന്നാൽ നിനക്ക് മാനസാന്തരപ്പെടാൻ കഴിയും. എന്നാൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ ഈ ലോകം പാപം ചെയ്യുന്ന പാപികളാണെന്ന് മുദ്രയിടുന്ന ഒരു കാലഘട്ടമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷത്തെ യഥാർത്ഥമായി സത്യത്തോടെ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് ഈ ലോകത്തിലെ പാപികൾ വിളിച്ചു പറയും, നിങ്ങൾ യേശുവിനെ പറയുന്നത് പാപമാണെന്ന്. അതാണ് ലോകത്തിന്റെ കിടപ്പ് ഇപ്പോഴും. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സത്യസുവിശേഷം വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർക്ക് നേരെ ഈ ലോകം അപവാദപരമായ കെട്ടുകഥകൾ കെട്ടിച്ചമച്ച് ദൈവമക്കളെ, ദൈവദാസന്മാരെ അപവാദത്തിൽ കുടുക്കുവാൻ ശ്രമിക്കുന്ന ലോകജാതികളുടെ വലതി നടുവിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അപവാദ കഥകൾ നിനക്ക് നേരെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നീ അതിനകത്ത് ഭാരപ്പെട്ടു പോകണ്ട. നീ ദൈവത്തിന് മുഴങ്കാലും മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിനക്ക് നേരെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ലോകത്തിനുള്ള മനുഷ്യരെ, ലോകജനത്തെ, ലോകത്തിനുള്ള ഈ പാപികളായ മനുഷ്യന്റെ നേരെ ദൈവത്തിന്റെ ന്യായവിധിയുടെ വെളിപ്പെടുക തന്നെ ചെയ്യും. അല്ലേരി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിച്ചതുകൊണ്ട്, കർത്താവ് യേശുവിനെ അനുഗമിച്ചതുകൊണ്ട്, അവന്റെ നാമത്തിൽ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അപവാദം ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. നിങ്ങൾ ആ വ്യക്തി വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അല്ലേരി. അപ്പൊ യഹൂദന്മാരോട് യേശു പറയാണ്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവരാ, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാ, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിച്ചാൽ ഞാൻ പോകുന്ന ഇടമായ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ഇത് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് മനസ്സിലായില്ല, ഇന്നത്തെ ക്രൈസ്തവ ജനത്തിന് മനസ്സിലായില്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ. ക്രൈസ്തവർക്ക് പോലും സത്യസുവിശേഷം എന്ന് പറഞ്ഞ്, സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ് കയ്യിൽ കൊണ്ട് നടക്കുന്ന സാമുദായിക വിശ്വാസികൾക്ക് പോലും ഈ വചനം മനസ്സിലാകുന്നില്ലാതെ അവരും മുന്നോട്ട് പോകുമ്പോൾ, പിന്നെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മറ്റുള്ളവരെ നമ്മൾ പഴിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ ഇവിടെ യേശു കർത്താവ്, യേശു കർത്താവായിരുന്നിട്ടും തന്റെ മഹിമയും തന്റെ രാജകീയത്വത്തെയും രാജകീയ ഭരണത്തെയും ഒക്കെ ജനത്തിന്റെ മുമ്പിൽ ശക്തമായും വ്യക്തമായിട്ടും വിശുദ്ധ തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്തി തന്നിട്ടും അല്ലേ ജനത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അല്ലേ? ഈ ലോകത്തിലുള്ള സകല മാനവകുലത്തിനും സകല ജനത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി യേശുക്രിസ്തു തന്റെ മഹിമയും തന്റെ രാജകീയ പദവിയും ഒക്കെ മാറ്റിവെച്ചിട്ട് യേശു ഒരു അടിമയുടെ രൂപമെടുത്തി ഭൂമിയിലേക്ക് വന്നു. അല്ലേ? അത് തന്നെ യഹൂദന്മാർ അറിഞ്ഞിരുന്നില്ല. അല്ലേ? എന്ന് പറഞ്ഞാൽ പാപിയായ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, അവന് പാപപരിഹാരം കൊടുക്കാൻ വേണ്ടി യേശു തന്റെ രാജകീയ പദവിയും തന്റെ മഹിമയും തന്റെ അധികാരവും ഒക്കെ, അല്ലെങ്കിൽ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു എന്നാണ് നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നത്. അല്ലേ? അതുകൊണ്ട് ആ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അല്ലേ അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറഞ്ഞ അടിമയെ പോലെയായി. യേശു ഒരു അടിമയെ പോലെ ആയെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മനുഷ്യ സാദൃശ്യത്തിലായി ഭൂമിയിലേക്ക് വന്നിട്ടും യഹൂദ ജനത്തിനും ഇന്നത്തെ ജനത്തിനും അത് മനസ്സിലാകുന്നില്ല. അല്ലേ? അവർ പ്രതീക്ഷിച്ചിരുന്നത്, യഹൂദ ജനം പ്രതീക്ഷിച്ചിരുന്നത് അല്ലേ സ്തോത്രം, റോമൻ സാമ്രാജ്യത്തെ താഴെ തള്ളിയിട്ടിട്ട് നീതിയായി ഭരണം നടത്തുന്ന ഒരു മശികയാണ്. ഈ യേശു തന്നെയാണ് മശിക എന്നറിയാത്തതിനാൽ അവർക്കിടയിൽ ഒരു വലിയ തകർച്ച നേരിട്ടു.
ഇപ്പൊ യഹൂദന്മാരുടെ ചിന്ത എന്താണ്? റോമൻ സാമ്രാജ്യത്തെ തള്ളി താഴെയിട്ടിട്ട് റോമൻ സാമ്രാജ്യത്തെ നീതിയോടുകൂടി ഭരിക്കുന്ന ഒരു മശിയെ പ്രതീക്ഷിച്ചാണ് യഹൂദന്മാർ ഇരിക്കുന്നത്, അല്ലേ? എന്നാൽ ആ യഹൂദന്മാരോട് സംസാരിക്കുന്ന ദാസരൂപമെടുത്ത് മനുഷ്യസാദൃശ്യനായി വന്ന യേശുക്രിസ്തുവാണ് മശികയെന്ന് ആ യഹൂദന്മാർക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യസാദൃശ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നുള്ള സത്യത്തെ ഇന്നും നിനക്ക് മനസ്സിലാകാതെ നീ ഇന്നും യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നീ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ അവസാന നിത്യ നരകം തന്നെയായിരിക്കും. അല്ല, നീ പാപത്തിന് പരിഹാരം വരുത്തി യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ, അല്ലേ, ദൈവരാജ്യത്തിൽ നിനക്ക് ചെല്ലുവാൻ കഴിയും. രക്തം ചെയ്യും, അല്ലേ? അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നത്, അപ്പം തന്നോട് സംസാരിക്കുന്ന യഹൂദന്മാരോട് സംസാരിക്കുന്ന യേശു തന്നെയാണ് മശിഹയെന്ന് യഹൂദന്മാർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അല്ലേ? ഇവിടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിനെ എന്നോട് പറയട്ടെ, ഞങ്ങൾ സംസാരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ് മശിഹ, ഞങ്ങൾ സംസാരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ് ദൈവം, ഞങ്ങൾ സംസാരിക്കുന്ന യേശുക്രിസ്തു തന്നെയാണ് സകലത്തിന്റെ സൃഷ്ടാവ്, ഞങ്ങൾ സംസാരിക്കുന്ന യേശുക്രിസ്തുവാണ് സർവശക്തനായ ദൈവമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ നിങ്ങൾ പോകുമ്പോഴാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോഴാണ് ആ പാപത്തിൽ, നിങ്ങളുടെ ആ പാപപരമായ വിശ്വാസത്തിൽ നിങ്ങൾ മരിക്കും. ഞങ്ങൾ സംസാരിക്കുന്ന സത്യം യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. യേശുക്രിസ്തുവാണ് രാജാതി രാജാവ്, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശുക്രിസ്തു യഹൂദാഗോത്രത്തിലെ രാജസിംഹമായി വന്നപ്പോഴും യഹൂദന്മാർ അവനെ അറിഞ്ഞതുമില്ല, ഹൃദയം കൊണ്ട് സ്വീകരിച്ചതുമില്ല. യേശുക്രിസ്തു യഹൂദാഗോത്രത്തിലെ രാജസിംഹവുമായി വന്നു, എന്നിട്ടും യഹൂദന്മാർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല, അവർ അവനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം, ഹല്ലേലൂയ, 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കും കാണുന്നുണ്ട്, അവൻ യഹൂദാ ഗോത്രത്തിലെ സിംഹമെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, യഹൂദാ ഗോത്രത്തിലെ സിംഹമായ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. ഹല്ലേലൂയ. അപ്പൊ നീ യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. യേശുക്രിസ്തുവിനെ അറിയുവാൻ കഴിയാതെ നിന്റെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ, ഹല്ലേലൂയ, ആ ലോകത്തിന് പ്രഭുവായിരിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നീ മനസ്സിലാക്കി പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളോട് സംസാരിച്ച മശിഹ ആ മശിഹ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന യേശു ആ യേശു തന്നെയാണ് മശിഹ എന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ് ലോകരക്ഷിതാവെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പരാജയം എത്ര ദയനീയമായിരിക്കും, നിന്റെ അവസാനം എത്ര ദയനീയമായിരിക്കും, നിന്റെ അവസാനം നിത്യ നരകമായിരിക്കും. ഹല്ലേലൂയ. മരണാനന്തര ജീവിതം നിനക്ക് വെച്ചിരിക്കുന്നത് യേശുവിനെ ലോകരക്ഷിതമായി നീ തിരിച്ചറിയാതെ, യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കാതെ നീ ഭൂമിയിൽ വിലസ് ജീവിച്ചിട്ട് അവസാനം മരണസമയം നീ നിലവിളിച്ചിട്ട് കാര്യമില്ല ശ്രോതാവേ. ഈ ഭൂമി ജീവിക്കുമ്പോൾ നീ യേശുവിനെ അംഗീകരിച്ചുകൊണ്ട്, മശിഹായിട്ട് അംഗീകരിച്ചുകൊണ്ട്, സൃഷ്ടാവായിട്ട് രക്ഷിതാവായി അംഗീകരിച്ചുകൊണ്ട് യേശുവിനെ ജീവിക്കണം. അല്ലെങ്കിൽ നിന്റെ അവസാനം നിത്യമായ നരകമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യം, ഹല്ലേലൂയ. അപ്പൊ യേശു പറയുകയാണ്, യേശുവിന്റെ യഹൂദന്മാർ ചോദിക്കുകയാണ്, നീ ആരാകുന്നു, നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു പറയും, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. ഇതൊക്കെ ഇന്നും മനസ്സിലാകാത്ത ഒരു കൂട്ടം ജനം ക്രൈസ്തവ സമൂഹത്തിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് പറഞ്ഞു, ഒരു പ്രാവശ്യം ഒരു രാജാവ് ഒരു സാധാരണ മനുഷ്യനെ പോലെ വേഷപ്രച്ഛന്നായി തന്റെ ജനങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ ദേശത്തെ ചുറ്റി നോക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. ഞാൻ പുസ്തകത്തിൽ വായിച്ചതാണ്. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള രാജാവ് തന്റെ ജനങ്ങളുടെ സ്ഥിതിവിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വേഷപ്രച്ഛന്നായി ജനങ്ങളുടെ ഇടയിലൂടെ അദ്ദേഹം പുറപ്പെടുക, നടക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാത്രി തങ്ങുന്നതിനായി രാത്രി സ്ഥലം അന്വേഷിച്ചു. ഹല്ലേലൂയ. സ്വന്തക്കാർ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഭൂമിയിൽ അവനെ കൈക്കൊണ്ടില്ല. ഹല്ലേലൂയ. സത്രങ്ങളൊന്നും അവന് ഇടം കൊടുത്തില്ല. അങ്ങനെ സാധുവായ മനുഷ്യന്റെ വേഷത്തിൽ കണ്ട രാജാവിനെ ആരെന്നറിയാതെ ഇവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് വേറെ എവിടെങ്കിലും പോയി, അല്ലെ എന്ന് വെറുപ്പോടെ കോപത്തോടെ ജനം പറഞ്ഞു. ഓർത്തു നോക്കി,
ലോകപ്രകാരമുള്ള രാജാവ് ആമേലല്ലേ, ആ രാജാവ് തൻ്റെ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സാധാരണ മനുഷ്യന്റെ വേഷം ധരിച്ചുകൊണ്ട് അല്ലേറിയ ജനങ്ങളുടെ ഇടയിലൂടെ ചുറ്റി നടന്ന് സഞ്ചരിച്ച് ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സന്ധ്യയായപ്പോൾ രാത്രിയായപ്പോൾ അവന് സ്ഥലചായിപ്പാൻ ഇടമില്ല. പല സത്രങ്ങളിലും അവൻ ചെന്നു, പല ആളുകളിലേക്ക് ചെന്നു. അവരെല്ലാം ആ രാജാവിനെ കോപത്തോടെ നോക്കി, വെറുപ്പോടെ നോക്കി, ഇനി വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചു എന്നാ പറയുന്നത്, അല്ലേ? അപ്പൊ ഇവരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു അധികാരി ഓടി വന്ന് ആ സാധു മനുഷ്യനെ പോലെ വേഷമണിഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ കാലുകളിൽ വീണു. രാജാവി, നിങ്ങൾ എത്ര സാമർത്ഥ്യമായി വേഷപ്രശ്നായാലും നിങ്ങളുടെ സ്വരം, നിങ്ങളുടെ സംഭാഷണം രാജാവാണെന്ന് അടയാളം കാണിക്കുന്നു എന്ന് പറഞ്ഞ് രാജാവിനെ നമസ്കരിച്ചു. അപ്പൊ ലോകം മുഴുവൻ, അന്നത്തെ ജനങ്ങൾ മുഴുവൻ അവനെ ആ രാജാവിനെ തള്ളിക്കളയുമ്പോൾ അവിടെയുള്ള ഒരു അധികാരി ഓടി വന്നിട്ട് ആ രാജാവിന് പറയുക, രാജാവ്, നിങ്ങൾ എത്ര പ്രച്ഛന്ന വേഷധാരിയായി നിങ്ങളുടെ രാജകീയ വസ്ത്രം മാറ്റിവെച്ചിട്ട് നിങ്ങൾ സാധാരണ മനുഷ്യനെ പോലെ ഞങ്ങളുടെ ഇടയിലൂടെ വന്നാലും നിങ്ങളുടെ സംസാരം കൊണ്ടും നിങ്ങളുടെ നടപ്പുകൊണ്ടും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നിങ്ങൾ രാജാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ മനുഷ്യൻ പറയുക. അല്ലേലൂയ. അപ്പൊ രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവവുമായിരിക്കുന്ന യേശു ക്രിസ്തു വേഷം മാറിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ലോകപ്രകാരം രാജാവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്താ? കർത്താവ് യേശു ക്രിസ്തു ആരാണ്? രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അല്ലേ? ദൈവാതി ദൈവമായിരുന്നവൻ ഈ താണ ഭൂമിയിലേക്ക് വന്നത് വേഷം മാറിയ. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം നമ്മൾ 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാൻ വിചാരിക്കാതെ വിചാരിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായെന്ന്. കാരണം യേശു ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കുക തൻ്റെ എല്ലാ പദവികളും മാറ്റിവെച്ചിട്ടാണ് യേശു സാധാരണ ഒരു മനുഷ്യനായി, ഒരു അടിമയെ പോലെ, ഒരു ദാസനായി അല്ലെലിയ ഈ ഭൂമിയിലേക്ക് വന്നത്. അല്ലെലിയ സഹോദരം, അവനെ സ്വന്തമായവർ പോലും അവനെ അറിഞ്ഞില്ല. അവനെ സ്വന്തമായിരുന്നവർ പോലും അവനെ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലൂയ സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലേലൂയ സ്തോത്രം. അല്ലേലൂയ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പൊ യേശു സ്വന്തത്തിലേക്ക് വന്നിട്ടും സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അത് തന്നെയാണ് യേശു യഹൂദന്മാരുടെ ഇടയിൽ നടന്ന് തന്റെ ശുശ്രൂഷ നിവർത്തിക്കുമ്പോഴും യഹൂദന്മാർക്ക് യേശുവിനെ മനസ്സിലാകുന്നില്ല. മശിഹയെ അവർക്ക് രാജാവാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ദൈവമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, സ്വന്തമായവർ പോലും അവനെ അറിഞ്ഞില്ല, അവനെ ഏറ്റുകൊണ്ടില്ല. അപ്പൊ നീ ആരാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ച യഹൂദന്മാരോട് യേശു പറയുന്ന, ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. അപ്പോൾ യഹൂദന്മാർക്ക് ഇന്നും മനസ്സിലായിട്ടില്ലെന്ന് യേശു ദൈവമാണെന്ന്. വീണ്ടും വീണ്ടും അവർ ചോദിക്കുക, നീ ആരാണെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേലൂയ ഞങ്ങൾക്ക് സുവിശേഷമായിട്ട് പല ഭവനങ്ങളിലേക്കും ചെല്ലുമ്പോൾ ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലേലൂയ മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന നസ്രായനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും മശിഹായ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ പലർക്കും അത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കെതിരെ കല്ലും കുഴിയായിട്ടൊക്കെ വരുന്നത്. ഞങ്ങൾ റോഡിൽ നിന്ന് തെരുക്കോണുകളിലൊക്കെ നിന്ന് ദൈവത്തിന് വചനം വിളിച്ച് പറയുക, ആമീൻ ഭൂമിയിലേക്ക് വേഷം മാറി വന്നവൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ആമീൻ ദാസരൂപപ്പെടുത്ത മനുഷ്യ സാദസ്യനായി ഭൂമിയിൽ വന്ന് 33 തിരുവയസ്സോടെ ജീവിച്ച് 3.5 വർഷം തന്റെ പരിശുശ്രൂഷയുടെ സമയത്ത് യേശു ദൈവപുത്രനെന്നും ദൈവമെന്നും ഒക്കെ വെളിപ്പെടുത്തി തന്റെ ശുശ്രൂഷ നിർവഹിച്ച് അല്ലേലൂയ ആ യേശുവിനെ യഹൂദന്മാർ അറിയാതെ എന്ത് ചെയ്തു? അറിഞ്ഞിട്ടും അവരറിയാതെ എന്ത് ചെയ്തു? അവർ അവനെ പിടിച്ച് ക്രൂശിൽ തറച്ചു. അല്ലേലൂയ. ആ ക്രൂശിൽ തറച്ച കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ തന്റെ സഭയെ ചേർക്കുവാൻ, തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ വരും എന്ന് ഞങ്ങൾ ഇന്നും പ്രസ്താവിക്കുന്നു, ഇന്നും വിളിച്ചു പറയുമ്പോൾ ഇന്നത്തെ ജനം ചോദിക്കുക, നീ ആരാകുന്നു എന്നാണ്. അപ്പൊ ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, ഞങ്ങൾ യേശുവിനെ കുറിച്ച് ഭവനങ്ങളിൽ ചെന്ന് പറയുമ്പോൾ അവർ ചോദിക്കുക, നീ ആരാകും? കാരണം അവർ യേശുവിനെ ശരിക്കും അറിഞ്ഞിട്ടില്ല. അവർ കണ്ടതൊക്കെ മാനുഷികമായ കൈപ്പണികളാണ്. അല്ലേലി, അവർ കണ്ടതൊക്കെ മാനുഷികമായ കൈപ്പണികളാണ്. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, യേശു ആരാ? അല്ലേലിയ,
എന്നെ കേൾക്കുന്ന പ്രശ്നീയത, യേശുവാണ് ലോകരക്ഷിതാവ്. യേശുവാണ് ലോകരക്ഷകൻ. നല്ലൊരു മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചവൻ, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകുന്നവൻ, ശുദ്ധീകരണം നൽകുന്നവൻ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ മാത്രമേ നിനക്ക് നിത്യജീവനുള്ളൂ, പാപത്തിന് പരിഹാരമുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് നീ യേശുവിനെ അംഗീകരിക്കാതെ പോവുകയാണെങ്കിൽ, അവനെ ലോകരക്ഷിതാവെന്ന് വിശ്വസിക്കാതെ അംഗീകരിക്കാതെ തള്ളിപ്പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പാപത്തിൽ മരിക്കും. എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂതാണ്, നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പാപത്തിൽ മരിക്കും. അതുകൊണ്ട് സുവിശേഷം നിങ്ങളുടെ കാതുകളിലെത്തുമ്പോൾ, സത്യവചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. ഹല്ലേലൂയ. മടങ്ങി വന്നാൽ നിനക്ക് നിത്യജീവനുണ്ട്, രക്തജയം, മരണാനന്തര ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതം നിത്യമായി സ്വർഗത്തിൽ ഹല്ലേലൂയ ദൈവത്തോടൊപ്പം നിനക്ക് നിന്റെ നിത്യത മുഴുവൻ ചെലവഴിക്കാം. അല്ല, നിങ്ങളുടെ പാപത്തിൽ ഭരിച്ചാൽ നിങ്ങൾ ചെല്ലും നരകത്തിലാണ്. നരകത്തിൽ ദുഷ്ടനായ സാത്താനോടുകൂടെ നിത്യത മുഴുവൻ കഷ്ടതയുടെ, ദുഃഖത്തിന്റെ, മുറവിളിയുടെ, കണ്ണുനീരിന്റെ, പിറുവിറുപ്പിന്റെ, കെടാത്ത തീ, ചാകാത്ത പുഴുവുള്ള നരകത്തിൽ നിന്റെ നിത്യത മുഴുവൻ ചെലവഴിക്കേണ്ടി വരും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഞങ്ങൾ പ്രസാദിക്കുന്ന മശിയ, ഞങ്ങൾ വിളിച്ചു പറഞ്ഞ യേശു, ആ യേശു ക്രിസ്തു തന്നെയാണ് ദൈവാദി ദൈവം, ലോകരക്ഷിതാവ്, സൃഷ്ടാവ്, സകലത്തിന്റെ ഉടയവൻ യേശു തന്നെ. ആ യേശു തന്നെയാണ് ദൈവം. ആ യേശുവിനെ നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയാൽ, ഹല്ലേലൂയ, നിനക്ക് പ്രത്യാശയോടെ ജീവിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് അപ്പൊ യേശു പറയാണ്, യേശുവിന്റെ അവർ ചോദിക്കുക, നീ ആരാകുന്നു? ഹല്ലേലൂയ. അപ്പൊ യേശു സന്തോഷത്തോടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് ആദ്യം മുതൽ സംസാരിച്ചു പോരുന്നത് തന്നെ. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകത്തിലും കാണുവാൻ കഴിയും. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ മാത്രമല്ല പറയുന്നത്, പഴയ നിയമത്തിലും യേശുവിനെ കുറിച്ച് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വേദഭാഗം എന്ന് പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 15-ാമത്തെ വാക്യത്തിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്ന കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ, ഏതൻ തോട്ടത്തിൽ ദൈവം അല്ലെങ്കിൽ ആക്കി വെച്ച മനുഷ്യൻ ആദവും ഔവയെയും പാപത്തിലേക്ക് വീഴ്ത്തിയത് പിശാച്. ഹല്ലേലൂയ. ആ പിശാച് പിശാച് മുഖാന്തരം ഈ ഭൂമി ശപിക്കപ്പെട്ടപ്പോൾ, മനുഷ്യ ജീവിത ശാപത്തിലേക്ക് പോയപ്പോൾ, സ്തോത്രം, ഏതൻ പർദീസിൽ ഹല്ലേലൂയ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി ഹല്ലേലൂയ നഗ്നനായ മനുഷ്യന്റെ നഗ്നത മാറ്റാൻ വേണ്ടി അവിടെ ഒരു യാഗം നടന്നു. ഹല്ലേലൂയ. ആ യാഗത്തിലൂടെ ആ മൃഗത്തിന്റെ തോലെടുത്തവരുടെ നഗ്നത മാറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഒരു യാഗം നടന്നത്. ആ യാഗത്തെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ചിലെ മരണത്തെ നമുക്ക് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കുമെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം വായിച്ചു വരുമ്പോൾ കാണുന്നുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ച് യാക്കോബ് പ്രവേശിക്കുമ്പോൾ, അവകാശമുള്ളവൻ വരുവോളം യഹൂദിൽ നിന്ന് ചെങ്കോൽ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 49:10 വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ, യഹൂദയിൽ നിന്നും രാജദണ്ഡ്, അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല, ജാതികളുടെ അനുസരണം അവനോടാകും. അപ്പം പുതിയ നിയമത്തിൽ മാത്രമല്ല യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 3:15 ഉൽപ്പത്തി പുസ്തകം 49:10 യേശു ക്രിസ്തുവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇത് യഹൂദയ്ക്ക് യഹൂദയ ജനത്തിന് പ്രവചിച്ച ഒരു പ്രവചനമായിരുന്നാലും, യഹൂദയുടെ സന്തതിയായിരുന്ന യഹൂദന്മാർ യേശുവിനെ അറിയാതെ പോയി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് യഹൂദ ജനത്തോട് പ്രവചിച്ച ഒരു പ്രവചനമാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ വായിക്കുവാൻ കാണുന്നത്.
അത് യഹൂദന്മാർക്ക്, യഹൂദയുടെ സന്തതിയായിരിക്കുന്ന യഹൂദ ജനത്തിന് അത് മനസ്സിലാകാതെ പോയത് കൊണ്ടാണ് അവർ ചോദിക്കുന്നത്, നീ ആരാകുന്നു? ഹല്ലേലൂയ, സ്തോത്രം. അത് ഈ ചോദ്യത്തിന് അന്നും ഇന്നും മറുപടി ഒന്നേ ഉള്ളൂ, ഞാൻ ആദ്യം മുതൽ സംസാരിച്ച് പോരുന്നത് തന്നെ യേശു പറഞ്ഞ പോലെ, അതേ സ്നേഹിത, ഞങ്ങൾ സംസാരിക്കുന്ന യേശു ക്രിസ്തു തന്നെ ലോകരക്ഷിതാവ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞത്, അപ്പൊ യഹൂദയോട് പ്രവചിച്ച പ്രവചനമായിരുന്നാലും യഹൂദയുടെ സന്തതിയായ യഹൂദന്മാർ യേശുവിനെ അറിഞ്ഞുകൊള്ളാതെ, അറിയാതെ അവർ ചോദിക്കുക, നീ ആരാകുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും നല്ലൊരു കൂട്ടം ജനം യേശുവിനെ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സ്ഥിതി തന്നെ മാറിയേനെ. നീ ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് യേശു പറഞ്ഞു, ഞാൻ ആദ്യം മുതൽ പറഞ്ഞു പോരുന്നത് തന്നെ എന്ന് പറഞ്ഞ മശിഹായെ, ഈ ലോകം ദൈവമാണെന്ന് വിശ്വസിച്ച്, ഈ ലോകം സൃഷ്ടാവാണ്, രക്ഷകനാണെന്ന് വിശ്വസിച്ചാൽ, ആ യേശു ക്രിസ്തുവിനെ അനുസരിച്ച, അവനെ അനുഗമിച്ച് നടന്നാൽ ഈ ലോകത്തിന്റെ സ്ഥിതി തന്നെ മാറും, ജനത്തിന്റെ സ്ഥിതി തന്നെ മാറും. ഇവിടുത്തെ കഷ്ടതകളും ഇവിടുത്തെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഇന്ന് നാം കാണുന്ന സകല വെല്ലുവിളികളും മാറുവാൻ ഒരേ ഒരു വഴി മാത്രം, യേശുവിനെ അല്ലെങ്കിൽ വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ്. യേശുവിനെ വിശ്വസിക്കാത്തത് കൊണ്ടാണല്ലോ ഈ ലോകം ഇന്നിങ്ങനെ പാപത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യേശുവിനെ വിശ്വസിച്ചത് ഞങ്ങൾ പറയുന്ന സത്യസുവിശേഷം, ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവാണ് ലോകരക്ഷിതാവെന്ന് ഇന്നത്തെ ജനസമൂഹം വിശ്വസിച്ചിരുന്നെങ്കിൽ, ഇന്ന് നമ്മുടെ ഈ കേരളത്തിലും ഭാരതത്തിലൊക്കെ നടക്കുന്ന അക്രമങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും രക്തച്ചൊരിച്ചിലും പിടിച്ചുപറിയും ബലാത്സംഗവും മോഷണവും വ്യഭിചാരവും ഒന്നും ഇവിടെ നടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. യേശുവിനെ ദൈവമാണെന്ന് വിശ്വസിച്ചാൽ അവൻ വിശുദ്ധി ജീവിക്കണം. ഹല്ലേലൂയ. എന്താ ഇന്ന് യേശുവിനെ വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ജനം ലോകത്തിൽ കഷ്ടതയുടെ നടുവിലൂടെ, പാപത്തിന്റെ നടുവിലൂടെ, അടിമത്തത്തിലൂടെ, ശാപത്തിലൂടെ കടന്നു പോകുന്നത്. ഈ ജനമാണ് ഏഷണിക്കാരും പരദൂഷണം പറയുന്നവരുമായി മാറിയിരിക്കുന്നത്. അവരെ കുറിച്ചാണ് ദുഷ്ടനും പാപിയും പരിഹാസിയും എന്ന് പറയുന്നത്. യേശുവിനെ അംഗീകരിക്കാത്ത, യേശുവിനെ വിശ്വസിക്കാത്ത സകല ജനത്തെയും വേദപുസ്തകം പറയുന്ന ദുഷ്ടൻ, പാപി, പരിഹാസി എന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യഹൂദന്മാരുടെ ഇടയിലും ഇതേ ജനം വന്നുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്താൽ, യേശുവിന് വേണ്ടി നിന്റെ ജീവിതം വിട്ടുകൊടുത്താൽ, യേശുവിന് വേണ്ടി നിന്റെ പ്രവൃത്തി മേഖലകളിൽ യേശുവിന് സ്ഥാനം കൊടുത്താൽ, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതിഗതികളെ മുഴുവൻ അവൻ മാറ്റി എഴുതും. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതിഗതികളെ മുഴുവൻ മാറ്റി എഴുതും. നിന്റെ കുടുംബത്തോട് വ്യാപരിക്കുന്ന ശാപങ്ങൾ മാറും. നിന്റെ തലമുറകളിൽ വ്യാപരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരം വരുവാൻ, നിന്റെ തലമുറ നിന്നെ അംഗീകരിക്കണമെങ്കിൽ, നിന്റെ തലമുറ നിന്നെ ബഹുമാനിക്കണമെങ്കിൽ, നിന്റെ തലമുറയോട് യേശുവിനെ കുറച്ച് പറഞ്ഞു പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ നല്ലൊരു സംസാര വിഷയം എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. എല്ലാവർക്കും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അംഗീകരിക്കാൻ പറ്റാത്തവരാണ് പാപത്തിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത സകല ജനങ്ങളും പാപത്തിൽ ജീവിക്കുന്നു. ആ ജനത്തോടാണ് യേശു പറയുന്നത്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ യഹൂദന്മാർ അവർക്കൊന്ന് യേശു, ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്ന യേശു ആത്മഹത്യ ചെയ്യാൻ പോകുകയാണ്. എന്റെ പ്രിയ, യേശു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കാര്യം എന്റെ പറഞ്ഞത് അല്ലെ, യേശു സ്വർഗത്തിലേക്ക് പോകുന്നുണ്ട്. മുന്നറിയിപ്പ് തരുന്നതാണ്. അതുകൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തിയാൽ, പാപത്തിന് ശുദ്ധീകരണം വരുത്തിയാൽ, നിങ്ങൾക്ക് ഞാൻ പോകുന്ന ഇടമായിരിക്കുന്ന ദൈവരാജ്യത്തിൽ എത്തുവാൻ കഴിയുമെന്ന് യേശു യഹൂദന്മാരോട് പറഞ്ഞു. അവർ പറയാ, നീ ആരാകുന്നു? ഇന്ന് നമ്മളിത് പറയുമ്പോൾ ചെയ്യുക, അവര് വിളിച്ചു പറഞ്ഞത് എന്താ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സുവിശേഷം ശക്തമായിട്ട് ചിലരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ ചില വാദപ്രതിവാദമായിട്ട്, ചിലരൊക്കെ ചില തെറ്റായ ചിന്തകളുമായിട്ടൊക്കെ കടന്നു വന്ന് ഒരു അപവാദങ്ങൾ പറയുന്നത് കേൾക്കാറുണ്ട്. അപവാദങ്ങൾ പ്രചരിപ്പിച്ച് ദൈവനാമത്തെ ദുഷിക്കുന്ന അനവധി കാപട്യം നിറഞ്ഞവര് ഈ ലോകത്തിൽ കാണാൻ കഴിയുന്നു. പ്രൈസ് പലരെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കാരണം സുവിശേഷം പറയുമ്പോൾ അവർ നമുക്കെതിരെ ദോഷമായിട്ട് ചിത്രീകരിക്കും. പ്രൈസ്. അത് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞാൻ പല മേഖലകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഞങ്ങൾ സംസാരിക്കുന്ന യേശു ആമിനലിയ ലോകരക്ഷിതാവാണ്. ഹല്ലേലൂയ. ഞങ്ങൾ സംസാരിക്കുന്ന യേശു ലോകരക്ഷിതാവാണ്.
ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മാത്രമേ നിനക്ക് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ സുവിശേഷം 14:6 വായിക്കണത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ സന്നിധി എത്തുകയില്ല. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുള്ളൂ. മനുഷ്യന്റെ തന്ത്രം കൊണ്ടും മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും മനുഷ്യന്റെ ശക്തി കൊണ്ടും മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടും പ്രവണത കൊണ്ടും അവന്റെ കുടുംബം കൊണ്ടും പാരമ്പര്യം കൊണ്ടും പണം കൊണ്ടും മഹത്വം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒന്നും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയണമെങ്കിൽ നിന്റെ പാപത്തിന് പരിഹാരം വരുത്താം. പ്രൈസോ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയാൽ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയും. പാപം പരിഹരിക്കാതെ, പാപത്തിന് പരിഹാരം വരുത്താതെ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ പാപശുദ്ധീകരണം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തില്ല. പ്രൈസോ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില ജീവിതം കൊണ്ട് ദൈവാത്മാവ് പറയുന്നത്, നീ നിന്റെ പാപത്തിൽ മരിക്കുമെന്നാണ്. ഈ ലോകത്തോട് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയും. അപ്പം വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ യഹൂദന്മാർക്ക് അനുസരിക്കാൻ അവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അവർ മാറി മാറി ചോദിക്കുന്നത്, നീ ആരാകുന്നു, നീ ആരാകുന്നു എന്നൊക്കെ. അല്ലേ? അതിനെല്ലാം യേശു മറുപടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സ്തോത്രം, കർത്താവ് തന്നെ ജ്ഞാനികൾക്കും വിദ്യാസമ്പന്നർക്കും മറച്ച് ശിശുക്കൾക്കും ഒക്കെ വെളിപ്പെടുത്തി കൊടുത്തു. യേശു ക്രിസ്തുവിനെ കണ്ടവൻ അല്ലേലിയ നിത്യജീവനെ പ്രാപിക്കും. അല്ലേ? അപ്പൊ യേശുക്രിസ്തു ഇന്ന് ജ്ഞാനികൾക്കും വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ഒക്കെ മറച്ചിട്ട് ഈ സുവിശേഷം സ്തോത്ര ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേപ്പിന്റെ പുത്രനായിരിക്കുന്ന യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പം പ്രവാചകന്മാരും മോശയും ന്യായപ്രമാണമൊക്കെ പറഞ്ഞിരിക്കുന്ന മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഫിലിപ്പോസ് ഹല്ലേലൂയ നഥനയേലിനോട് പറയുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മോശയും ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മശിയെ കണ്ടെത്തുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അത് തന്നെയാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന ആ സത്യത്തെ നീ നിരാകരിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എത്ര കഠിനമായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് തന്നെ ജ്ഞാനികൾക്കും വിദ്യാസമ്പന്നർക്കും മറച്ച് ശിശുക്കൾക്കും അജ്ഞാനികൾക്കും വെളിപ്പെടുത്തി കൊടുത്തു. യേശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ അടയാളം കണ്ടുകൊണ്ട് വിശ്വസിച്ച ഫിലിപ്പോസ് ന്യായപ്രമാണത്തിലെ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ജനമേ, ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണുകളിൽ ക്രിസ്തുവായ മശിഹയെ കുറിച്ചുള്ള ദർശനം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം നമുക്കുണ്ടായിരിക്കണം. മശിഹയെ കുറിച്ചുള്ള ദർശനം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ചൊരു ദർശനം ഉണ്ടായിരിക്കണം. യേശുവിന്റെ പാപത്തിന് പരിഹാരമാണെന്ന് ദർശനം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിന് മാത്രമേ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുന്ന ദർശനം ഉണ്ടായിരിക്കണം. യേശുക്രിസ്തുവിന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്നൊരു ദർശനം നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 1-2 വാക്യങ്ങൾ പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അല്ലെ, ഇതൊക്കെ യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. അല്ലെ, യേശു സ്നേഹിച്ച ശിഷ്യനായിരിക്കുന്ന അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആത്മാവിൽ എഴുതി തന്ന വചനമാണ്.
എന്നെ കേൾക്കുന്ന മാതാപിതാവേ, യഹൂദന്മാരെ പോലെ ഇന്ന് നീ തെറ്റായ ചിന്താഗതിയുമായി വാദപ്രതിവാദവുമായി നിൽക്കാതെ യേശുക്രിസ്തുവിനെ, മശിഹായ ദൈവത്തെ, അവന്റെ ലോകരക്ഷിതാവായ ദൈവത്തെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അവന് വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുത്താൽ യേശു പോയിടമായിരിക്കുന്ന രാജ്യത്ത് നിനക്ക് ചെല്ലാൻ കഴിയും. അല്ല, നീ ഇന്നും നിങ്ങളുടെ പാപത്തിൽ ജീവിക്കുന്നെങ്കിൽ പാപത്തിൽ നിങ്ങൾ മരിച്ച നിത്യമായി നരകത്തിലേക്ക് ചേരും. അല്ലേരിയ. അതുകൊണ്ട് മനുഷ്യനെ ദൈവം തന്നിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ അനുഭവത്തെ നഷ്ടപ്പെടുത്തി കളയാതെ ഇന്ന് പോലെ യേശുവിന് വേണ്ടി നിനക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസലോ, ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യഹൂദന്മാർ ചോദിച്ചതുപോലെ ഇതൊക്കെ യഹൂദന്മാർ വാദപ്രത്യമായി യേശുവിന്റെ ഒരിക്കൽ വന്ന് യേശുക്രിസ്തുവിന്റെ മശിഹ ആമ എന്ന പദവിയെ തിരസ്കരിച്ച, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ തിരസ്കരിച്ച, യേശുവിനെ അംഗീകരിക്കാൻ കഴിയാതെ കടന്നുപോയ ആമ യഹൂദന്മാർ പിന്നത്തേതിൽ കഷ്ടതയുടെ നെടുവിലൂടെ കടന്നുപോയെങ്കിൽ, ലേലിയ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത, ആമ യേശു മശിഹയാണെന്ന്, മശിഹ ദൈവമാണെന്ന്, ആമ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവാണ് ലോകരക്ഷിതാവെന്ന് ഇന്ന് പകൽ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ ഹൃദയം യേശുവിന് കൊടുത്താൽ നിന്റെ പാപത്തിന് പരിഹാരം യേശു നൽകും. അല്ലേരിയ. പാപത്തിന് പരിഹാരം വരുത്തിയാൽ നിനക്ക് നിത്യജീവനെ പ്രാപിക്കാം. നിത്യജീവനുള്ള നിനക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ളൂ. അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറയുന്നത് യേശുക്കത്തുള്ള മാത്രം. യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അല്ലേരിയ. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 800 കോടി ജനത്തിനായി പാപത്തിൽ ജീവിച്ചുകൊണ്ട് പാപത്തിൽ നടക്കുന്ന പാപ സ്വഭാവമുള്ള ഈ ലോകത്തിന്റെ വെറുപ്പൂത്തുകൾ, ലോകത്തിൽ ജടികമായ ജീവിതം നയിക്കുന്ന ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും എല്ലാ ഉന്നതന്മാരെയും പ്രമാണികളെയും എല്ലാം അവൻ ജനത്തെ ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, യേശു പറഞ്ഞു നിങ്ങളുടെ പാപങ്ങൾ മരിക്കുന്നത് പറഞ്ഞുപോയെ ഈ ജനം കർത്താവ് യേശുവിനെ അറിയാതെ ഈ ലോകത്ത് ജീവിച്ച് പാപസ്വഭാവങ്ങൾ ജീവിച്ച് പാപത്തിൽ മരിച്ച് നിത്യ നരകത്തിലേക്ക് പോകാതെ യേശു പോയ ഇടമായ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ, കർത്താവ് യേശു നിത്യജീവനെ പ്രാപിപ്പാൻ, യേശുക്രിസ്തു ലോക രക്ഷിതാവ്, മാനവകുലത്തിന്റെ രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ് നിത്യജീവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ജനതകളെ പാപപ്രവൃത്തികൾ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലേലിയ. കേരളത്തിലെ 3 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ലോക രാജ്യങ്ങളിലെ 800 കോടി ജന തലമുറകൾ, ഇന്ത്യയിലെ 29 സംസ്ഥാനത്തിൽ 143 കോടിയിലധികം ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, രാജ്യരാഷ്ട്ര ഭരണ സംവിധാന ഭരണ എല്ലാ അധികാരികളെയും ന്യായത്തിന്മാരെ ഞങ്ങൾ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള നേതാവ്, ഗോത്രംഗ ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്ന BSR ഞങ്ങളുടെ സൈന്യത്തിനായി ക്രമസമാധാന പാലകൻ, നിയമ നിർമ്മാണ രംഗത്ത് രഹസ്യാനുഭവങ്ങളെ, പോലീസ് സെക്ഷനുകളെ, ജുഡീഷ്യൽ സെക്ഷനുകൾക്കായി ഞങ്ങൾ കർത്താവിയുടെ എല്ലാം നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ലേലിയ. കർത്താവ് സഹകരണ ബിലുബുദ്ധിമേൽ, ആരോഗ്യമേൽ, സാമ്പത്തികമേലായിരിക്കുന്ന ഞങ്ങൾ ജനത്തിനായി പ്രാർത്ഥനയുടെ എക്സിസ് പോസ്റ്റുകൾക്കായി, ഫർപ്പിസുകൾക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാ മേഖലയിലെ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ലേലിയ. സ്വതം ജനമാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നിത്യജീവനാണ് യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിശ്വസിപ്പാൻ ജനത്തിന് ആത്മീകണ്ഠം തുറക്കാനായി പ്രാർത്ഥിക്കുന്നു. ഭാഗ്യമേഖലയിലും ആയിരിക്കുന്ന എല്ലാ ഭരണ സംവിധാനങ്ങൾക്ക് ജനത്തിന് കണ്ണു തുറക്കണമേ. കരയിലും കടലിലും ആകാശമാർഗം വാഹനങ്ങളുടെ യാത്ര നിർമ്മിതാക്കൾ, വാഹനങ്ങൾ സെൽസ് ചെയ്യുന്നവർക്കായി, കടലിലൊരു വാസികളെ, ആമിക്കടലും കടൽ സമുദ്രകാടുകൾ മത്സ്യത്തിനെ കടന്നു പോയിരിക്കുന്നവർ, ഖനികളിലും കമ്പനിയും ഫാക്ടറി ചോദിക്കുന്നവർ, അല്ലേലിയ. ഭാവി സ്വതം അവരും ജലമല്ല വ്യാപാരി, വ്യവസായി, വഴിയുടെ കച്ചവടക്കാരെ, കാർഷിക ക്ഷീരമേഖലയിലായിരിക്കുന്ന പാടത്തും പറമ്പിലും കോറിയിലും കർത്താവ് മണ്ണോടും കനലും തടിയോടും ഒക്കെ മല്ലടിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കഷ്ടതയുടെ നടിയുടെ പ്രതികൂലത്തിനിടെ പാപത്തിൽ വീണുപോയി ജനത്തിനായി എല്ലാം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ജനത്തിന് ആത്മീയങ്ങൾ തുറക്കണനായി യേശുവിന്റെ കരങ്ങളിലേക്കും ശേഷത്തിനും ബാല്യവും യൗവനത്തിലും ബർത്ത്ഡേയും ജനത്തിനായി മറ്റു മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവരെ സമയം എല്ലാ അഹങ്കാരി കൊണ്ടക്കം എല്ലാ ബാർ ഉടമകളെയും എല്ലാ കൾഷ ഉടമകളെയും മയക്കുവരും അതിന്റെ അധികാരം ദൈവം സന്ദർശിക്കണം, മാനസാന്തരം കൊടുക്കണമേ. അതാണ് കുടുംബ ബന്ധങ്ങൾ തകരും, അക്രമം വരുമ്പോൾ, രക്തച്ചൊരിച്ച് പെരുകുമ്പോൾ, കൊലപാതകങ്ങൾ പെരുകുമ്പോൾ, അക്രമം, പീഡനങ്ങളും ബലാത്സംഗവും ഒക്കെ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ജനത്തെ മാനസാന്തരം
മാനസാന്തരപ്പെട്ടിരിക്കാനായി സകല ജനങ്ങൾ ഈ ലോകത്തിന്റെ പാപത്തിൽ നിന്ന് വ്യഭിചാരിച്ചു വിടിക്കപ്പെട്ടു പോകാൻ ഞാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ അറിയാതെ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ നടക്കുന്ന ഒരു വലിയ കൂട്ടം ജനത്തിന്റെ മാനസാന്തരങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ജനം മടങ്ങി വരട്ടെ. കർത്താവ് നമ്മെ കുടുംബമില്ല, കുടുംബം തകർന്നു, കുടുംബജീവൻ തകർന്നവർ, കുടുംബക്കൂടത്തിൽ ലക്ഷക്കണക്ക് കേസുകൾ കെട്ടിക്കിടക്കുന്നവർ, അവർക്ക് മാനസാന്തരം കൊടുക്കണമേ. ലഹരിക്ക് അടിമകളായ തലമുറകൾ മാനസാന്തരം, സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളിൽ അരികെ ജനത്തിന്റെ മാനസാന്തരമായി, അധ്യാപകർ, ഗുരുക്കന്മാരുടെ മാനസാന്തരം, ലഹരിക്ക് അടിമകളായി കുട്ടികൾക്ക് മാതൃകയില്ലാതെ ജീവിക്കുക, അവരൊക്കെ മാനസാന്തരം മടങ്ങി വരുവാൻ ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് വാർത്തകത്തിലായിരിക്കുന്നവർ, വ്യാധിയാൽ ഭാരപ്പെടുന്നവരില്ല, വിവിധ പാപ സ്വഭാവം അടിമകളായിരിക്കുന്ന സകല ജനങ്ങൾ മടങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്ന ലേലിയ കർത്താവ് സ്തോത്ര കടക്കണിയാൽ ഭാരപ്പെടുന്ന ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, സ്വന്തമായി സ്ഥലമില്ലാതെ കടങ്ങളാൽ ജപ്തി നടപടി നേരിടുന്നവർ, വിവിധ മേഖലയിൽ കഷ്ടം സഹിക്കുന്ന ജനത്തിന് വിടുതൽ മാനസാന്തരം കൊടുക്കണമായി ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനം മടങ്ങി വരട്ടെ, എല്ലാ പാപ സ്വഭാവങ്ങൾ വിട്ട് യേശുവിനെ ഇഷ്ടമായി സ്വീകരിപ്പാൻ, യേശുവിനെ അനുഗ്രഹിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കണമേ. സകല ഭരണ സംവിധാനങ്ങളിലും ദൈവത്തെ നീതി വെളിപ്പെടുന്ന വിദേശ പ്രശ്നം നൊമ്പരപ്പെടുന്ന വിസ നഷ്ടപ്പെട്ട് കർത്താവ് പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ജയിലടക്കം ലഹരിക്കടിമകളായി അമിത പീഡനങ്ങൾക്കായി ഇവർക്കെല്ലാം മനസ്സാണ് നാട്ടിൽ കടന്നുവരെ ഭാരപ്പെടുന്നവരെ എല്ലാം ഓർക്കുന്നു. കർത്താവ് കേരളത്തിൽ പല വിദേശം കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ആശദാസന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സുവിശേഷ വിരോധികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ ദൈവസഭയ്ക്കും ദൈവമൊക്കെ നേരെ വരുത്തുമ്പോൾ അതിന്റെ നടുവിൽ ദൈവസഭ സുരക്ഷിതമായി തീരുവാൻ കർത്താവ് ഈ ലോകത്ത് ജീവിക്കുന്ന ജീവിതകാലം മുഴുവൻ യേശുവിനെ ക്രിസ്തുവെന്ന് യേശുവിനെ ദൈവമാണെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവമക്കളെ ദിവസം ഒരുക്കണമേ. സുവിശേഷ വിരോധികൾക്കും പിന്മാറ്റക്കാരിലും മടങ്ങുമെന്ന് മാനസാന്തരപ്പെടുവാൻ എല്ലാ ദിവ്യാഗ്രഹികളും എല്ലാ പമ്പോറയും മാനസാന്തരപ്പെടും മടങ്ങി വരുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ സകലത്തും വരെ നീതി വെളിപ്പെടുത്തിയാകട്ടെ. യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.